കാസർഗോഡ് പൂവൽ മസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നാരോപിച്ച് ഉമ്മയ്ക്കും മകനും ക്രൂരമർദ്ദനം. അഹമ്മദ് നിസാൻ, ഉമ്മ സൽമ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രണ്ടംഗ ലഹരി സംഘമാണ് വീട്ടിലെത്തി ആക്രമിച്ചതെന്ന് സിനാൻ പറഞ്ഞു. പ്രതികൾക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാനും ഉമ്മയ്ക്കുമാണ് ലഹരി മാഫിയയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. വീടിന് സമീപത്തെ MDMA കച്ചവടം പോലീസിനെ അറിയിച്ചതാണ് ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തിയ രണ്ടംഗ സംഘം വീടടിച്ച് തകർക്കുകയും ഇരുമ്പുവടി കൊണ്ട് അഹമ്മദ് സിനാനെ മർദ്ദിക്കുകയും ചെയ്തു. ഇറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസമാണ് ഈ ഏട്ടനും വന്നിട്ട് ഇന്നലെ അവര് വന്നിട്ട് വീട് കയറി ആക്രമിക്കുന്നത്. ഈ 1.5 വർഷമായിട്ടും ഇവരെ ഈ സപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിനാനാണ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സിനാനെ മർദ്ദിച്ചത്. സിനാനൊന്നല്ല എത്തിച്ചത്, പക്ഷെ ആ പേര് പറഞ്ഞിട്ട് അയാളെ സംശയിച്ചിട്ടാണ് അയാൾ കയറി ആക്രമിച്ചത്. മർദ്ദനത്തിൽ സിനാന്റെ കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉമ്മയുടെ കൈക്കും കാലിനും ആക്രമണത്തിൽ പരിക്കുണ്ട്. കർണാടക സ്വദേശികളായ നയാസ്, ഉമറുൽ ഫറൂഖ് എന്നിവരാണ് ആക്രമിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും സഹോദരങ്ങളാണ്. പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ ഉമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി വിൽപ്പനയിൽ ഉമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ജനം, കോഴിക്കോട്.